നമസ്കാരം. പി വി അൻവർ മാസ് കാണിക്കാൻ ഇറങ്ങി, പക്ഷേ തേഞ്ഞ് ഒട്ടി അവസാനം വെറുതെ ഒരു നോട്ടീസും കൈ പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ചേലക്കരയിൽ നിശബ്ദ പ്രചരണത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി കൊടുത്തിരിക്കുന്നത്. വീടുകളിൽ കയറി ഇറങ്ങാം, തെരഞ്ഞെടുപ്പിനെ കുറിച്ചും വോട്ടിങ്ങിനെ കുറിച്ചും ഒക്കെ അവരോട് സംസാരിക്കാം, നിശബ്ദമായി പ്രചരണം നടത്തുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഉദാത്തമായ രീതി. എന്നാൽ പി വി അൻവറിന് ഇതൊന്നും ബാധകമല്ല. ഞാൻ ഈ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചവനാണല്ലോ പി വി അൻവർ. അപ്പോൾ അതുകൊണ്ട് പി വി അൻവറിന് ഇന്നൊരു ബാധകമേ അല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വഴിക്ക് നടക്കും, അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അധികാരം എൻ്റെ കയ്യിലുണ്ട്, ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തവനാണ് ഞാൻ എന്നൊക്കെ പറയുന്ന ഒരു ധാർഷ്ട്യത്തോടു കൂടി അദ്ദേഹം ഇതൊരു പത്രസമ്മേളനം വിളിച്ചു. പത്രക്കാരും ടി വിക്കാരും എല്ലാം ഓടിക്കൂടി. എന്താണെന്നറിയില്ല, മൊഴിമുത്തുകൾ, ഓരോ പൊഴിഞ്ഞു വീഴുന്ന മൊഴിമുത്തുകൾ പെറുക്കിയെടുക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകരും പി വി അൻവറിൻ്റെ മുന്നിൽ പോയി ഇരിപ്പായി. പി വി അൻവർ മുഖ്യമന്ത്രിയെ പതിവ് പോലെ താങ്ങിക്കൊണ്ട് വെച്ച് അടിച്ചു തുടങ്ങിയപ്പോഴേക്ക് എത്തി അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആൾക്കാർ അവിടെ എത്തുന്നു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ പൊസിഷനിലുള്ള ഒരാളാണ് അവിടെ എത്തുന്നത്. പുള്ളിക്കാരൻ അവിടേക്ക് വന്നു. അദ്ദേഹം അവിടെ വന്ന് നേരത്തെ നോട്ടീസ് കൊടുത്തു. തട്ടിക്കയറുകയാണ്. അപ്പോൾ ആര് പറഞ്ഞു ഞാനിവിടെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്ന്? എനിക്ക് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ എഴുതിയ രേഖകൾ വല്ലതുമുണ്ടോ? ഞാൻ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞിട്ടായി പിന്നെ നേരെ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ നേരെയുള്ള ചാട്ടം. നമുക്കറിയാം, ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരാൾ ചാടിയതിൻ്റെ ഫലമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പി ദിവ്യ അവിടെ ഒരാളെ ചട്ടം പഠിപ്പിക്കാനും നിയമം പഠിപ്പിക്കാനും അഴിമതി വിരുദ്ധതയെക്കുറിച്ച് വലിയ ക്ലാസ് എടുത്തതിൻ്റെ ഫലമാണ് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ADM-ന് ഇവിടെ നിന്ന് പോകേണ്ടി വന്നത്, ജീവൻ വെടിഞ്ഞു പോകേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ കയറി ഭരണം പഠിപ്പിക്കാൻ ഇറങ്ങുന്ന, ചട്ടം പഠിപ്പിക്കാനും നിയമം പഠിപ്പിക്കാനും ഇറങ്ങുന്ന വെറും ഒരു മൂന്നാം കിട പരിപാടിയാണ് പി വി അൻവർ പത്രസമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ച് കാണിച്ചു കൂട്ടിയത്. അവിടെ പറയാണ്, ചെറുതുരുത്തിയിൽ വെച്ച് പിടിക്കപ്പെട്ട പണം ആരുടേതാണ്? അന്വേഷിക്കണം. അതിന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആർക്കാണ്? അത് മരുമോനാണ്, മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കെയർ ഓഫിലാണ് അത്രേ ആ 25 ലക്ഷം രൂപ അവിടെ ചെറുതുരുത്തിയിൽ പിടിക്കപ്പെട്ടത്, കൊണ്ടുവന്നത്. അവിടെ വോട്ട് സ്ലിപ്പിൻ്റെ കൂട്ടത്തിൽ പണം കയറ്റി വെച്ച് വിക്കി കൊടുക്കുകയാണ്. കോളനിയിലൊക്കെ പണം ഇങ്ങനെ ധാരാളമായി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം എതിരെ താൻ കോടതിയിൽ പോകും. ഇവിടെ ഒരു മുന്നണിയും ജയിക്കില്ല. പി വി അൻവറിൻ്റെ വീരവാദമാണ്. ചേലക്കരയിൽ ഒരു മുന്നണിയും വിജയിക്കാൻ പോകുന്നില്ല. ഞാനിതിനെല്ലാം എതിരെ കോടതിയിൽ പോകാൻ വേണ്ടി, അതായത് ഒരു മുന്നണിക്ക് 40 ലക്ഷം രൂപയെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമുണ്ട്. അത് ഇന്നല്ല, കഴിഞ്ഞ കാലങ്ങളിലൊന്നുമല്ല, നേരത്തെ മുതൽ തന്നെ ആ നിയമമുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിയമം വെച്ചിട്ടുണ്ട്, ഇത്ര ലക്ഷം രൂപയിൽ കൂടുതൽ കവിയാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ പറയുന്ന മുന്നണികളെല്ലാം കൂടി 36 കോടി രൂപയാണ് ചേലക്കര മണ്ഡലത്തിൽ ചെലവാക്കിയത് എന്നാണ് പി വി അൻവർ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളും രേഖകളും ഒക്കെ ഉണ്ട് പോലും. ഈ തെളിവുകളും രേഖകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെയും കുറേ കേട്ടിട്ടുണ്ട്. എന്നിട്ട് എത്ര തെളിവുകളും എത്ര രേഖകളുമാണ് പി വി അൻവർ ഹാജരാക്കിയത് എന്ന് നമുക്കറിയാം. ആ സമയത്താണ് പി വി അൻവറിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. ഇനിയും ഇത് വെച്ചിട്ട് നേരെ കോടതിയിൽ പോവുകയാണ്. അവിടെ വന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ പവറുള്ള ഒരു മനുഷ്യനെ അവിടെ ഇട്ട് അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും വ്യക്തിയധിക്ഷേപം നടത്തുകയും ചെയ്തു. എന്നിട്ടാണ് ചട്ടങ്ങൾ ചോദിക്കുന്നത്. അപ്പം ബൂത്ത് തിരിച്ച് ഓരോ പാർട്ടിയും ചെലവാക്കിയതിൻ്റെ തുക എൻ്റെ കയ്യിലുണ്ട്, തൻ്റെ കൈവശമുണ്ടെന്നും അതിൻ്റെ രേഖകൾ തൻ്റെ കൈവശമുണ്ടെങ്കിലും കോടതിയെ സമീപിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിനെതിരെ 3 പാർട്ടിക്കാർ തിരിഞ്ഞിരിക്കുകയാണ്, 3 മുന്നണികൾ. ഒന്ന് LDF, ഒന്ന് UDF, മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ BJP. അപ്പം സുരേഷ് ഗോപിയുടെ BJP എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ലത്. അപ്പം അന്ന് കണക്കാക്കിയ 98 MLA-മാർ, പിന്നെ UDF-ൻ്റെ 40 MLA-മാർ, ഇതും കൂടാതെ ഇദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിയും കൂടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അൻവറിനെ ഇല്ലാതാക്കാൻ. അപ്പോൾ ഇത്രയും പേരോട് ഒരുമിച്ച് നിൽക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു നേതാവാണോ അൻവർ? അല്ല. ഈ പറയുന്ന UDF-നാണെങ്കിലും LDF-നാണെങ്കിലും BJP-ക്കും ചേർന്ന തണ്ടിയേ അല്ല പി വി അൻവർ എന്ന് സ്വയം പി വി അൻവർ മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. UDF-ന് വേണ്ടിയിട്ട് ഞങ്ങൾ നിരുപാധികം പിന്തുണ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് UDF-ൻ്റെ കാൽച്ചുവട്ടിൽ പോയി വീണിട്ട് സ്വന്തം മിൻഹാജിനെ അവിടെ നിന്ന് പിൻവലിച്ചതാരാണ്? ഈ പി വി അൻവറാണ്. പിന്നെ എങ്ങനെയാണ് പി വി അൻവർ പറയുന്നത് ഈ പറയുന്ന 40 UDF-ൻ്റെ MLA-മാർ തനിക്കെതിരാണെന്ന്? അവിടെ പോയിട്ട് എടുത്താൽ പൊങ്ങാത്ത ഒരു ഇതുകൊണ്ട് വെച്ചു. സുധീർ എന്ന് പറയുന്ന ഒരാളെ, അത് പണ്ട് പുള്ളി കോൺഗ്രസ്സിലായിരുന്നു, ആ സുധീർ എന്ന് പറയുന്ന ഒരാളിനെ ചേലക്കരയിൽ മത്സരിപ്പിച്ചാൽ UDF പിന്തുണയ്ക്കണം, പകരം അവിടുന്ന് രമ്യ ഹരിദാസിനെ പിൻവലിക്കണം. ആരെങ്കിലും അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമാണോ?
അന്ന് വി ഡി സതീശൻ ചോദിക്കേണ്ടിയിരുന്നത് തലയ്ക്ക് സ്ഥിരതയില്ലേ എന്നായിരുന്നു വി ഡി സതീശൻ ചോദിക്കേണ്ടിയിരുന്നത്. ഇതെന്താ തമാശയാണോ എന്നല്ല വി ഡി സതീശൻ ചോദിക്കേണ്ടിയിരുന്നത്. എന്നിട്ട് ആ ഒരു ഇതിൻ്റെ പ്രതിഭ പറയാണ് 3 മുന്നണികളും കൂടെ എനിക്കെതിരെ നിൽക്കുകയാണ്. അങ്ങനെ 3 മുന്നണികളൊന്നും എതിരെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പി വി അൻവറിൻ്റേത്. ഇത്രയും കാലത്തിനകത്ത് ഇത്രയും തൊഴുത്തിൽ കുത്ത് പരിപാടിയൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടായിരുന്നോ വീണ്ടും നിങ്ങളുടെ MLA സ്ഥാനം രാജിവെക്കാൻ? MLA സ്ഥാനം രാജിവെച്ചില്ലല്ലോ. ഇപ്പോൾ ഇറങ്ങിയ സുധീർ എന്ന് പറയുന്ന ഒരാൾ ഈ ബാക്കിയുള്ള BJP-യെയും കോൺഗ്രസിനെയും LDF-നെയും പരാജയപ്പെടുത്തി അവിടെ മറ്റൊരു മുന്നണിയായി അല്ലെങ്കിൽ മറ്റൊരാളായി അവിടെ വിജയിക്കും, ചേലക്കരയിൽ വിജയിക്കുമെന്നാണോ കരുതി വെച്ചിരിക്കുന്നത്? ഇത് തെറ്റിപ്പോയി. പാലക്കാട് മാത്രം റോഡ് ഷോയ്ക്ക് നിങ്ങൾ ചിലവാക്കിയത് ഈ പറയുന്ന ഈ 40 ലക്ഷത്തിന് മേലെ ചിലവാക്കിയിട്ടുണ്ടാവുമല്ലോ, ഉള്ള ജൂനിയർ ആർട്ടിസ്റ്റിനെ മുഴുവൻ ഇറക്കിയിട്ട്. കാറ്ററിങ്ങിന് പോകുന്ന സ്ത്രീകളെയും സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നവരെയും ഒക്കെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇത്രയും വലിയൊരു പരിപാടി പാലക്കാട് സംഘടിപ്പിച്ചപ്പോൾ കയ്യിൽ നിന്ന് പണം ഇറക്കിയില്ലേ? കഴിഞ്ഞ ദിവസം വാഹനങ്ങൾ 40ഓളം ലോറികൾ കൊണ്ടുവന്നിട്ട് അവിടെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് തന്നെ വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ റോഡ് ഷോ നടത്തിയപ്പോൾ ഇതിനൊന്നും പണം ചിലവായില്ലേ? അപ്പോൾ കണക്കുകൾ എപ്പോഴും കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് ഈ PV അൻവർ ഇതൊക്കെ പറയുന്നതെങ്കിൽ അതിനകത്തൊരു മര്യാദയുണ്ട്. ഈ വാപോയ കോടാലി എന്തിനാണ് മുഖ്യമന്ത്രി ഭയക്കുന്നതെന്ന്? മുഖ്യമന്ത്രിക്ക് എന്ത് ഭയം? ആ സീറ്റ് പോയാൽ പോട്ടെന്നങ്ങ് വെക്കും LDF, അത്രയേ ഉള്ളൂ. അല്ലാതെ PV അൻവറിനെ അവിടെ വെച്ച് തളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. PV അൻവറിനെതിരെ ഇതിനു മുമ്പും കേസ് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ AC മൊയ്തീൻ എന്ന് പറയുന്ന മുൻ മന്ത്രി PV അൻവറിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയായിരുന്നു ആ പരാതിയുടെ പിന്നിലുണ്ടായിരുന്നതും. എന്താണ് അന്ന് ചെയ്തത്? അവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ 1000 കുടുംബങ്ങൾക്ക് ഞാൻ വീട് വെച്ച് നൽകുമെന്ന് നടത്തിയ ആ പ്രഖ്യാപനം, അതും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇതിനകത്ത് പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോധവുമില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് മുഖ്യമന്ത്രിയെയും അവിടെ വന്ന പണം ആരുടെയാണെന്ന് അറിയാമെങ്കിൽ വെളിപ്പെടുത്തുന്നേ. ആ തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് തെളിവ് പുറത്തുവിടുന്നില്ല? ഇപ്പം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കെയർ ഓഫിലാണ് ചെറുതുരുത്തിയിൽ ആ പണം വന്നതെങ്കിൽ, തൻ്റെ പക്കൽ ആ രേഖകളുണ്ട് എങ്കിൽ, അൻവറിൻ്റെ കയ്യിൽ ആ രേഖകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് അൻവർ നേരെ ഇത് പരാതിയായിട്ട് ഉയർത്തുന്നില്ല? അൻവർ ലക്ഷ്യം വെച്ച മറ്റൊന്നായിരുന്നു, അതൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു, മാധ്യമങ്ങളെല്ലാം നോക്കി നിൽക്കുന്നു. ഈ മാധ്യമങ്ങൾ നോക്കി നിൽക്കുന്ന കൂട്ടത്തിൽ വരുന്നു PV അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം. അപ്പോൾ പിന്നെ പറയാമല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട്, അതായത് PV അൻവറിനെ ഒതുക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാനും വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു PV അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് തസ്തികയിലുള്ള ഒരാളെ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ അവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ അസഭ്യം പറഞ്ഞു, അദ്ദേഹത്തെ അപമാനിതനാക്കി, അധിക്ഷേപിച്ചു, വ്യക്തി അധിക്ഷേപം വരെ നടത്തി. ഇതെല്ലാം ചെയ്തു കൂട്ടി തന്നെ അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിരുന്നു PV അൻവർ അവിടെ നടത്തിയത്. പക്ഷേ ആ ശ്രമം അങ്ങ് പാളിപ്പോയി, നൈസായിട്ട് അങ്ങ് പാളി. ആ പാളിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ കേസായി, നോട്ടീസ് കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനിയെങ്കിലും ചേലക്കരക്കാർക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്ന അവസ്ഥയായല്ലോ. ഈ സുധീർ ഇപ്പം അങ്ങ് വിജയിച്ചങ്ങ് കയറും. ഇവിടെ പറഞ്ഞ എന്തെല്ലാം വീരവാദമായിരുന്നു. UDF-ൻ്റെ വോട്ട് പിടിക്കും, മതനിരപേക്ഷ വോട്ടുകളെല്ലാം ഞങ്ങൾ പിടിച്ചു കൂട്ടും, കോൺഗ്രസിൻ്റെയും പിന്നെ LDF-ൻ്റെയും വോട്ടിങ്ങിൽ വോട്ടേഴ്സിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കാൻ നടക്കും. എന്ത് വിള്ളലുണ്ടാക്കി? ഒരു വിള്ളലും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ പറയുന്ന പോലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഒരു PC ജോർജായി രാഷ്ട്രീയത്തിൽ അധപ്പതിക്കാൻ പോകുന്ന ഒരു MLA ആയിരിക്കും PV അൻവർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.